വേടനെതിരായ കേസിൽ, അതായത് റാപ്പർ വേടനെതിരെയുള്ള പുലിപ്പള്ളി കേസിൽ കോടനാട് റേഞ്ച് ഓഫീസർ അധീഷിനെ സ്ഥലം മാറ്റിയെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നുണ്ട്. വിജയകുമാർ, ഈ വേടൻ കേസുമായി ബന്ധപ്പെട്ട വനം മേധാവി സമർപ്പിച്ച റിപ്പോർട്ട് തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ടാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഈ കോടനാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അധീഷിനെ മലയാറ്റൂർ ഡിവിഷന് പുറത്തേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ അറസ്റ്റ് ഉൾപ്പെടെ മറ്റ് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ നടന്നത്. ഈ ഘട്ടത്തിലാണ് ഇദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വനംവകുപ്പിന് അപകീർത്തി ഉണ്ടാക്കുന്ന തരത്തിൽ ഈ ശ്രീലങ്കൻ ബന്ധമടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് കൈമാറിയത്. ഇത് ഗുരുതര സർവീസ് ചട്ടലംഘനം എന്നാണ് വനംവകുപ്പ് വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അധീഷിനെ മലയാറ്റൂർ ഡിവിഷന് പുറത്തേക്ക് സ്ഥലം മാറ്റാനുള്ള ഒരു ഉത്തരവ് നിലവിൽ നൽകിയിരിക്കുന്നത്. ഉത്തരവനുസരിച്ച് ഉദ്യോഗസ്ഥർ സർവീസ് ചട്ടലംഘനം നടത്തി. സർവീസ് ചട്ടങ്ങളായ 60, 62, 63 സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റച്ചട്ടമായ 60, 62, 63 എന്നിവ ഉദ്യോഗസ്ഥർ ലംഘിച്ചു എന്നാണ് വനം മേധാവിയുടെ റിപ്പോർട്ടിൽ വ്യക്തമായി അടിവരയിട്ടിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വനം മേധാവിക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് നിലവിൽ വനം മേധാവി സമർപ്പിച്ച റിപ്പോർട്ടിൽ ഈ സർവീസ് ചട്ടലംഘനം മാത്രമാണുള്ളത്. മറ്റു തലത്തിൽ ഈ വേടന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് എല്ലാ തലത്തിലും നിയമ നടപടികൾ പാലിച്ചുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ ഇടപെട്ടതെന്നായിരുന്നു വനം മേധാവി റിപ്പോർട്ട്. എന്നാൽ തത്വത്തിൽ ആ റിപ്പോർട്ട് തള്ളുന്ന തരത്തിൽ തന്നെയാണ് വനം മന്ത്രി നിർദ്ദേശം, പുതിയ അന്തിമ റിപ്പോർട്ട് എന്നൊരു നിർദ്ദേശം നൽകിയത്.